ഹായ് ഓൾ, ഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 5 പ്രത്യേകത എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 5 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ബർത്ത്ഡേ ആണ് നമ്മൾ നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റും സെക്കൻഡ് പ്രസിഡന്റുമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന് 1954 ഭാരത് രത്ന അവാർഡ് കിട്ടിയിരിക്കുന്നത്. സോ അത്രയാണ് നമ്മുടെ ഒരു സെപ്റ്റംബർ 5 റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ടീമിന്റെ സൂര്യകിരൺ എക്സസൈസ് നടന്നു എന്നുള്ളതാണ്. അപ്പൊ സൂര്യകിരൺ എക്സസൈസ് എന്താന്ന് പറഞ്ഞാൽ എയർഫോഴ്സിലെ മെമ്പേഴ്സിന് ഈ മൗണ്ടൈൻ വഴി നമുക്ക് എന്തെങ്കിലും അറ്റാക്ക് വരുവാണെങ്കിൽ അതിനെ എതിർക്കുന്ന എങ്ങനെയല്ല അതുമായിട്ടുള്ള പ്രാക്ടീസ്, ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടൈം വരുമ്പോൾ അതിന്റെ പ്രാക്ടീസ്, സോ അങ്ങനെയുള്ള പ്രാക്ടീസസിനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് നടത്തുന്ന ഒരു എക്സസൈസ്, ഒരു മിലിറ്ററി എക്സസൈസ് ആണ് സൂര്യകിരൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യഗ്രഹൺ ഇപ്പൊ നടത്താനുള്ള കാരണം തരംഗ് ശക്തി 24ന്റെ സെക്കൻഡ് ഫേസ് ആയിട്ടാണ്. തരംഗ് ശക്തി 24 എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആയിട്ടുള്ള മ്യൂച്വൽ അഗ്രിമെന്റിന്റെ ബേസിൽ കുറച്ച് കോമ്പാക്ട് എയർക്രാഫ്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടുള്ള നമ്മുടെ എക്സസൈസിന്റെ ഭാഗമായിട്ടാണ്, അതാണ് തരംഗ ശക്തി, അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു സൂര്യകിരൺ എന്ന് പറഞ്ഞ ഈ ഒരു എക്സസൈസ് ഇപ്പൊ നടന്നത്. ഇനി സൂര്യകിരൺ ജോയിന്റ് എക്സസൈസ് ഉണ്ട്. സൂര്യകിരൺ ജോയിന്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഈ ഇപ്പോഴത്തെ ഈ ഒരു സൂര്യകിരൺ എക്സസൈസ് നടന്നത് നമ്മുടെ രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് വെൽസ്പൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മൾട്ടിനാഷണൽ കമ്പനി മഹാരാഷ്ട്രയുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1.2 ഗിഗാവാട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റോറേജ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വിത്തിൻ 6 to 7 ഇയേഴ്സ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. റായ്ഗഡിലും പൂനെയിലുമാണ് ഈ ഒരു പ്ലാന്റ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി, എനർജി സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ആ ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്റെ പേര് ദാമിനി പംപ്ഡ് ഹൈഡ്രോ പ്രോജക്റ്റ് എന്നാണ്. അപ്പൊ ഇതിനുള്ള ടെൻഡേഴ്സ് എല്ലാം കിട്ടിയിരിക്കുന്നത് വെൽസ്പൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ ഇന്ത്യ ബേസ്ഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ വെൽസ്പണുമായിട്ട് MOU സൈൻ ചെയ്തിരിക്കുന്ന ആരാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ടല്ലോ, റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിനെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ അണ്ടറിലേക്ക് ഒരു MOU ആയിട്ട് രീതിയിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്തിനാന്ന് പറഞ്ഞാൽ റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററി സ്റ്റോറേജിന്റെ മാനുഫാക്ചറിൽ ഒരുപാട് നല്ല രീതിയിൽ നല്ല ഇതായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഹൈ സ്റ്റോറേജ് ബാറ്ററീസ് ഒക്കെ ഹൈ പവറിലുള്ള സ്റ്റോറേജ് ബാറ്ററീസ് ഒക്കെ അവർ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അതൊരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നതെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് റിലയൻസുമായിട്ട് ടൈപ്പ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇമ്പോർട്ടിംഗ് ഒക്കെ കുറയ്ക്കാൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിനെ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ അണ്ടറിലേക്ക് ആക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഉക്രൈനിലെ ന്യൂസ് ആണ്. ഉക്രൈൻ റഷ്യ ഇഷ്യൂ എല്ലാവർക്കും അറിയാം. സോ അപ്പൊ ഉക്രൈനില് ഒരുപാട് മിനിസ്റ്റേഴ്സ് രാജിവെച്ച് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡിമിട്രോ കുലേബ റിസൈൻ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് മിനിസ്റ്റേഴ്സ് ഇപ്പൊ റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് പഠിക്കുന്നതേ ഉള്ളൂ, പഠിച്ചു വെച്ചേക്കാം. ഡിമിട്രോ കുലേബയാണ്, ഉക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ് അദ്ദേഹം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ഷീ ജിൻപിങ് ഒരു 21 ആഫ്രിക്കൻ ലീഡേഴ്സുമായിട്ട് ചൈനയുടെ ക്യാപിറ്റലായിട്ടുള്ള ബീജിംഗിൽ ഒരു സബ്മിറ്റ് സംഘടിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ് ആണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ആഫ്രിക്കൻസും ചൈനയും തമ്മിലുള്ള ഒരുപാട് MOUs സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള നമ്മുടെ നൈജീരിയൻ പ്രസിഡന്റിന്റെ പേര് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ബോല തിംബു ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇത് ഒരു 21 പുറത്തുള്ള ഒരു 100 എമൗണ്ട് ഒക്കെ വരുന്ന ആളുകൾ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരു MOU ആണ്, അല്ലെങ്കിൽ സബ്മിറ്റ് ആണ്. സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ചൈനയും ആഫ്രിക്കൻ ലീഡേഴ്സും ആണ് കേട്ടോ. ഓക്കെ, അവിടെ നമ്മൾ ഓർക്കേണ്ട നൈജീരിയൻ പ്രസിഡന്റ് പേര് ബോല തിംബു ആണ്. ദെൻ
സെന്റർ ടു ക്ലിയർ ഫെയിം 3 സ്കീം ഇൻ 1 to 3 months. അതായത് ഓൾറെഡി ഇപ്പൊ നിലവിലുള്ള ഒരു സ്കീമാണ് ഫെയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്കീമിന് നമ്മൾ അതിനൊരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഫെയിമിന്. അത് മാറ്റിയിട്ട് അതിന് പകരം അതിന്റെ ഒരു തേർഡ് ഗ്രൂപ്പ് ഇത് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ എന്താണ് EMPS എന്നുള്ള ഇലക്ട്രിക് മൊബിലിറ്റി പ്രൊമോഷൻ സ്കീം ഉണ്ട് ഇപ്പോൾ ഉള്ളത്. അതിനെ മാറ്റിയിട്ട് പുതിയ, അത് സെപ്റ്റംബറിൽ എക്സ്പയർ ആവും. അതിനെ മാറ്റിയിട്ട് പുതിയ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് യൂണിയൻ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആണ്, അതായത് നമ്മുടെ HD കുമാരസ്വാമിയാണ് ഇത് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഫെയിം 3 ഇനി ഉടനെ വരും എന്നാണ് പറയുന്നത്. ഫെയിം 1ഉം ഫെയിം 2നും കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് ഫെയിം 3 വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സെന്റർ സജസ്റ്റ് മെഷർ ടു എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് ഹോസ്പിറ്റൽസ്. ഇതെന്ന് പറയുന്നത് വളരെ ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്, എല്ലാവരും നല്ല രീതിയിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും ഇമ്മീഡിയറ്റ് ആക്ഷൻ വിത്തിൻ 10 days 20 daysനകത്ത് വെച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആക്ഷനാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഇഷ്യൂ നടന്നത് കാരണം ഹോസ്പിറ്റൽസിലൊക്കെ എന്താ സേഫ്റ്റി കുറവാണെന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പൊ സെക്യൂരിറ്റി ഫോഴ്സിനെ, അതായത് എക്സ് സർവീസ് മെന്നിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ഫോഴ്സസിനെ രൂപീകരിക്കണം. അത് മാത്രമല്ല ഹൈ റിസ്ക് ഏരിയ അല്ലെ ICUs അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന ക്യാമറാസ് വെക്കണമെന്നും ആ ക്യാമറാസിന്റെ പ്രത്യേകത അത് വർക്കിംഗ് ആണോന്നും അത് വർക്ക് ചെയ്യുന്ന അത് നോക്കാൻ വേണ്ടിയിട്ടും ആളുകൾ വെക്കണം എന്നുള്ള രീതിയിൽ ഒരു 11 മെഷേഴ്സ് അടങ്ങിയിട്ട് 11 കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഇത് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സർക്കുലർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതനുസരിച്ച് ഒരു സെപ്റ്റംബർ 10 വെച്ച് എല്ലാ സ്റ്റേറ്റും എല്ലാ യൂണിയൻ ടെറിട്ടറിയും അതിൻ്റെതായിട്ടുള്ളത് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എക്സ് സർവീസ് മെന്നിനെ സെക്യൂരിറ്റി പേഴ്സണൽസിനകത്തേക്ക് എടുക്കണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹരിയാന റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഹരിയാനയിലെ നീലം അഹ്ലുവാലിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അവര് ഒരു ഗ്രീൻ മാനിഫെസ്റ്റോ ഓഫ് ഹരിയാന എന്ന് പറഞ്ഞ ഒരിത് ഇറക്കിയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേരിടുന്ന എയർ പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ ആരവല്ലി ഹിൽസിനെയൊക്കെ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നും അതേ കണക്ക് തന്നെ ആരവല്ലി ക്രിട്ടിക്കൽ എക്കോളജിക്കൽ സോൺ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നീലം അഹ്ലുവാലിയ നമ്മുടെ ഹരിയാനയിലെ ഗ്രീൻ മാനിഫെസ്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഗ്രീൻ മാനിഫെസ്റ്റോ നമ്മുടെ നേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹരിയാന ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. രാജസ്ഥാൻ ഗവൺമെന്റിന് സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിലേക്ക് 33% സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആണിത്. അപ്പോ അവിടുത്തെ ചീഫ് മിനിസ്റ്ററും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുമാണ് ഈ ഒരു ഇത് ബില്ലാക്കിയിരിക്കുന്നത്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയും അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പ്രേംചന്ദ് ബൈർവേ ആണ്. ഇത് അവരുടെ സ്റ്റേറ്റ് പോലീസ് സബോർഡിനേറ്റ് സർവീസ് റൂൾ ഉണ്ട് 1989, അതിനെ അമെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. 33% സ്ത്രീകളെ പോലീസ് ഫോഴ്സിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വരാം, 30% വുമണിന് സ്റ്റേറ്റ് പോലീസിലേക്ക് എടുത്ത ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ന്യൂസ് ആണ്, ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ന്യൂസ് ആണ്. സ്റ്റാർ ഹെൽത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സ്റ്റാർ ഹെൽത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ കെയർ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് പോളിസി കൊണ്ടുവന്നു. അതെന്ന് പറയുന്നത് ബ്രെയിലി ലിപിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ എന്താണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അവരുടെ ഭാഷയിൽ കൊണ്ടുവന്നത് സ്പെഷ്യൽ കെയർ ഗോൾഡ് എന്ന് പറഞ്ഞൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ് ആരാണ് സ്പെഷ്യൽ കെയർ ഗോൾഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ സ്റ്റാർ ഹെൽത്ത് ആണ്. ഏത് ഇൻഷുറൻസ് കമ്പനിയാന്നൊക്കെ ചോദിച്ചത് സ്റ്റാർ ഹെൽത്ത് ആണ്. ഹിമാചൽ പ്രദേശ് റിലേറ്റഡ് ന്യൂസ് ആണ്. ഹിമാചൽ പ്രദേശ് അസംബ്ലി പാസസ് ബിൽ ഡിനൈങ് പെൻഷൻ ടു ലെജിസ്ലേറ്റർ ഹൂ ഡിഫെക്ട് അല്ലെ. അത് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ MLAs MPs ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര്
റിഫ്ലക്ഷൻ ആയിട്ടുണ്ട് എന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇനി മുതൽ പെൻഷൻ അപ്ലൈ ചെയ്യത്തില്ല, അല്ലെ പെൻഷൻ കൊടുക്കത്തില്ല. കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്യും എന്നുള്ള റൂളാണ് കൊണ്ടുവരുന്നത്. അവർക്കൊരു അവരുടെ അതിനകത്ത് സ്റ്റേറ്റ് റൂളിനകത്ത് ഒരു 10th ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഏതൊക്കെ മെമ്പേഴ്സിനാണ് ഡിസ്ക്വാളിഫിക്കേഷൻ, ആ റൂൾ അനുസരിച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരിക്കലും എന്ത് കിട്ടത്തില്ല, ഈ MLA MP എന്നുള്ള ഇതിലുള്ള പെൻഷൻസ് ഒന്നും തന്നെ കിട്ടത്തില്ല. MLAക്കാണ്, MPക്കല്ല, MLAക്ക് പെൻഷൻസ് ഒന്നും കിട്ടത്തില്ല എന്നൊരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിനെ കാണിച്ചിട്ടുള്ള MLAസിന് പെൻഷൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ സുഖ്വിന്ദർ സിംഗ് സുഖു ആണ് ഈ ഒരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയൊരു സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവരുവാണ്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ യൂണിയൻ എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എവിടെ നിന്ന് ഏതൊരു ബാങ്കില് ഏതൊരു ബ്രാഞ്ചിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റാം എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സപ്പോസ് പെൻഷൻ ആയ ഒരാളാണ്, അവർക്ക് എവിടെയാണ് അക്കൗണ്ട് ഉള്ള ആ ഒരു ബാങ്കിലേ പോകാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മൾ ജോലി കഴിഞ്ഞപ്പോൾ നമ്മളത് അവിടെ നിന്നൊക്കെ വിറ്റ് വേറെ സ്ഥലത്ത് പോയാൽ നമുക്ക് പെൻഷൻ മേടിക്കുന്നത് തിരിച്ച് നമ്മൾ ആദ്യം കൊടുത്തേക്കുന്ന ബാങ്ക് എവിടെയാണോ അവിടെ തന്നെ നമുക്ക് വന്ന് പെൻഷൻ മേടിക്കേണ്ടി വരും. എന്നാൽ ഇപ്പൊ ഈ ഒരു സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ബാങ്കിൽ നിന്ന് ഇഷ്ടമുള്ള ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് നമ്മുടെ പെൻഷൻ എടുക്കാൻ പറ്റും എന്നുള്ള ന്യൂസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇത് കൊണ്ടുവന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് മൻസുഖ് മാണ്ഡവ്യാണ്. നെക്സ്റ്റ് നമുക്ക് സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസിലെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ഏഷ്യൻ T20 ചാമ്പ്യൻഷിപ്പ് വരുവാണ്. അപ്പൊ ആ T20 ചാമ്പ്യൻഷിപ്പ്, TT മീൻസ് ടേബിൾ ടെന്നീസിന്റെ ആണ് കേട്ടോ. ടേബിൾ ടെന്നീസിന്റെ ചാമ്പ്യൻഷിപ്പിനെ ഇന്ത്യയെ നയിക്കുന്നത് ശരത് ആൻഡ് മണിക്കയാണ്. ഓക്കെ, അപ്പൊ ആ 2 പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഇത് ഏഷ്യൻ ടേബിൾ ടെന്നീസിന്റെ 27th എഡിഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അത് എവിടാന്ന് പറഞ്ഞാൽ കസാഖിസ്ഥാനിലെ അസ്താന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒക്ടോബറിലാണ് അത് വരുന്നത്. അപ്പൊ അതിൽ ഇന്ത്യയെ നയിക്കുന്ന ആരൊക്കെയാണ്? ശരത് ആൻഡ് മണിക്കയാണ്. ഓക്കെ, നമ്മുടെ വേൾഡ് ഡഫ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഹനോറിലാണ് നടക്കുന്നത്. അവിടെ ഇന്ത്യയുടെ പ്രഞ്ജലി എന്ന് പറഞ്ഞ പാർട്ടിസിപ്പന്റിന് ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബ്രോൺസ് കിട്ടിയതല്ല ന്യൂസ്. പ്രഞ്ജലി ഡുബലിന് ഓൾറെഡി ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നു. പിസ്റ്റലിൽ വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നു. 571 എന്നുള്ള ഇതില് വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഐറ്റത്തില് നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് ബ്രോൺസ് മെഡൽ ആയിപ്പോയി. എന്നിരുന്നാലും അവർ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. ഇവർ തോപ്പിച്ച് ഇവർക്ക് ബ്രോൺസ് ആണെങ്കിലും സിൽവറും ഗോൾഡും കിട്ടിയിരിക്കുന്നത് ഉക്രൈനിലെ പാർട്ടിസിപ്പൻസിനാണ്. ഓക്കെ, ദെൻ പാരലിമ്പിക്സിന്റെ ന്യൂസ് ആണ്. പാരലിമ്പിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്. പാരലിമ്പിക്സ് നമുക്ക് വീണ്ടും ഒരു ഗോൾഡ് കിട്ടി. നമ്മൾ ഇന്നലെ സുമിത് ആന്റലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതേ കണക്ക് തന്നെ ഇപ്പൊ നമ്മുടെ ആർച്ചറിക്ക് ഇന്ത്യയുടെ ആദ്യമായിട്ടാണ് ഒരു ആർച്ചറിന് പാരലിമ്പിക്സിൽ ഗോൾഡ് കിട്ടുന്നത്. ഹർവിന്ദർ സിംഗ് ആണ്. അദ്ദേഹത്തിന് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ പിന്നീട് നമുക്ക് ഇന്നലെ ഗോൾഡ് അല്ലാതെ കുറേ ഇത് കിട്ടിയിട്ടുണ്ട്. അതില് 2 സിൽവർ 2 സിൽവർ, ബാക്കി 3 സിൽവറും 2 ബ്രോൺസ് ആണ്. അതിൽ 1 സിൽവർ കിട്ടിയിരിക്കുന്നത് സച്ചിൻ സർജറോയ്ക്കാണ്. പിന്നെ കിട്ടിയിരിക്കുന്നത് ശരത് കുമാർ എന്ന് പറഞ്ഞ പാരാ ജമ്പറിനാണ് 1 സിൽവർ കിട്ടിയിരിക്കുന്നത്. ദെൻ ശരത് കുമാറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ശരത് കുമാറിന്റെ കോച്ചിന്റെ പേര് നോക്കുക. ഉക്രൈനിയൻ കോച്ചായ നിക്തിൻ യെഹ്വിയാണ് അദ്ദേഹത്തിന്റെ കോച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ പേര് നോക്കി ഉക്രൈനിൽ ഇപ്പൊ ഇത്ര ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കോച്ചിനെ ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി, അപ്പൊ എന്റെ കോച്ചിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ അദ്ദേഹത്തിന്റെ. അപ്പൊ ശരത് കുമാറിന്റെ കോച്ചിന്റെ പേരാണ് നിക്കിത്തിൻ യെഹ്വി എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം മാരപ്പൻ ദംഗലിന് മുമ്പ് നമുക്ക് ഒരുപാട് തവണ നമ്മള് ഇതണക്ക് പാരലിമ്പിക്സിൽ പേര് വന്നിട്ടുള്ള മാരപ്പൻ ദംഗലിലും ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഹൈ ജമ്പിലാണത്. ദെൻ അജിത് സിംഗിനും സുന്ദർ സിംഗും 2 പേർക്കും ജാവലിൻ ത്രോ. അജിത് സിംഗിന് സിൽവറും സുന്ദർ സിംഗിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്
ബ്രോൺസും ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതോടെ ഇന്നത്തെ ന്യൂസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്ത് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യക്ക് അതേ കണക്ക് തന്നെ 4 ഗോൾഡ്, 8 സിൽവർ, 10 ബ്രോൺസ്, അങ്ങനെയാണ് നമുക്ക് ടോട്ടലി ഒരു മെഡൽസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇന്ത്യ 15ാം സ്ഥാനത്തും ഫസ്റ്റ് വന്നിരിക്കുന്നത് ചൈനയുമാണ്. ഈ ഒരു ടേബിൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. അതോടെ ഇന്നത്തെ ന്യൂസ് കംപ്ലീറ്റ് ആയി. താങ്ക് യു.